നമസ്കാരം. ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം എളുപ്പം നേടിയെടുക്കുവാൻ സഹായകമാവും വിധത്തിലുള്ള വീഡിയോകളാണ് ഈ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നത് മൂലം നിരവധി വാക്കുകളുടെ അർത്ഥവും ഉപയോഗവും എളുപ്പം മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നു. ഈ രൂപത്തിലുള്ള ഏതാനും വീഡിയോകളിലൂടെ തന്നെ ഇംഗ്ലീഷിനെ നിങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോകൾ കാണുന്നതിന് മുമ്പും കണ്ടതിന് ശേഷവുമുള്ള നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള അറിവ് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ കഴിയുന്നതുമാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തിൽ വ്യക്തമായ പുരോഗതി വന്നിട്ടുണ്ടാകും എന്നതിൽ ഒരു സംശയവും വേണ്ട. നമുക്കിന്നത്തെ കഥയിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് റീഡിംഗ് പ്രാക്ടീസ്, ഇംഗ്ലീഷ് വായന പരിശീലനം. ഇവിടെ ഒരു കഥ തന്നിരിക്കുകയാണ്. ഞാൻ ഈ കഥ അർത്ഥസഹിതം വിശദീകരിക്കുകയാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ എ വില്ലേജ് there lived a farmer named Muthu. He had a pet mongoose named Sneha. One day, Muthu had to go on a journey, so he entrusted his baby son to Sneha's care. അർത്ഥം നോക്കാം. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിൽ, there lived, ജീവിച്ചിരുന്നു, എ ഫാർമർ, ഒരു കർഷകൻ, നെയ്മഡ് മുത്തു, മുത്തു എന്നു പേരുള്ള. പണ്ടൊരിക്കൽ ഒരു ഗ്രാമത്തിൽ മുത്തു എന്നു പേരുള്ള ഒരു കർഷകൻ ജീവിച്ചിരുന്നു. He had a pet mongoose named Sneha. He had, അവന് ഉണ്ടായിരുന്നു, ഒരു പെറ്റ്, ഓമനിച്ചു വളർത്തുന്ന ജീവി, മംഗൂസ്, കീരി, നെയ്മഡ്, സ്നേഹ, സ്നേഹ എന്ന് പേരുള്ള. സ്നേഹ എന്ന് പേരുള്ള ഓമനിച്ചു വളർത്തുന്ന ഒരു കീരി അവന് ഉണ്ടായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, മുത്തു ഹാഡ് ടു ഗോ ഓൺ എ ജേണി. മുത്തു ഹാഡ് ടു ഗോ, മുത്തുവിന് പോകേണ്ടിയിരുന്നു അല്ലെങ്കിൽ പോകേണ്ടി വന്നു. ഓൺ എ ജേണി, ഒരു യാത്ര. ഒരു ദിവസം മുത്തുവിന് ഒരു യാത്ര പോകേണ്ടി വന്നു. സോ, അതുകൊണ്ട്, ഹീ എൻട്രസ്റ്റഡ്, അവൻ ഭരമേൽപ്പിച്ചു അല്ലെങ്കിൽ വിശ്വസിച്ചേൽപ്പിച്ചു, ഹിസ് ബേബി സൺ, അവൻ്റെ കുഞ്ഞു മകന്, ടു സ്നേഹാസ് കെയർ, സ്നേഹയുടെ പരിലാളനത്തിൽ. അതുകൊണ്ട് അവൻ്റെ കുഞ്ഞു മകനെ സ്നേഹയുടെ പരിലാളനത്തിൽ വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ടി വന്നു. He wanted Sneha to protect the baby at all costs. While Muthu was away, a cobra slithered into the house. Sneha saw the cobra approaching the baby and, without thinking, pounced on it to protect the child. In the fierce battle that ensued, Sneha managed to kill the cobra, but she was covered in its blood. അർത്ഥം നോക്കാം. ഹി വാൻഡഡ് സ്നേഹ, അവൻ സ്നേഹയോട് ആവശ്യപ്പെട്ടു, അതായത് ആ കർഷകൻ സ്നേഹയോട് ആവശ്യപ്പെട്ടു, ടു പ്രൊട്ടക്റ്റ്, സംരക്ഷിക്കുവാൻ, ദ ബേബി, ആ കുട്ടിയെ, അറ്റ് ഓൾ കോട്ട്സ്, എന്ത് വില കൊടുത്തു, എന്ത് വില കൊടുത്തും ആ കുട്ടിയെ സംരക്ഷിക്കണം എന്ന് മുത്തു ആ കീരിയോട് ആവശ്യപ്പെട്ടു. വൈൽ മുത്തു വാസ് എവേ, മുത്തു ദൂരെയായിരിക്കുമ്പോൾ, എ കോബ്ര സ്ലിതേഡ്, ഒരു മൂർഖൻ പാമ്പ്, സ്ലിതേഡ്, തെന്നി മാറി, ഇവിടെ ഇഴഞ്ഞു വന്നു, ഇഴഞ്ഞു നീങ്ങി എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഇഴഞ്ഞു നീങ്ങി, ഇൻ ടു ദി ഹൗസ്, വീട്ടിൻ്റെ ഉള്ളിലേക്ക്. ഒരു മൂർഖൻ പാമ്പ് വീട്ടിനുള്ളിലേക്ക് ഇഴഞ്ഞു നീങ്ങി. സ്നേഹ സോ ദ കോബ്ര, ആ കീരി ആ മൂർഖൻ പാമ്പിനെ കണ്ടു. അപ്രോച്ചിങ് ദ ബേബി, ആ കുഞ്ഞിനെ സമീപിക്കുന്നത്. ആ മൂർഖൻ പാമ്പ് കുഞ്ഞിനെ സമീപിക്കുന്നത് ആ സ്നേഹ എന്ന കീരി കണ്ടു. ആൻഡ് വിത്തൗട്ട് തിങ്കിങ്, മറ്റൊന്നും ചിന്തിക്കാതെ, പൗൺസ്ഡ് ഓൺ ഇറ്റ്, അതിൻ്റെ മേലെ കുതിച്ചു ചാടി, ടു പ്രൊട്ടക്റ്റ് ദ ചൈൽഡ്, ആ കുട്ടിയെ സംരക്ഷിക്കുവാൻ വേണ്ടി. ഇൻ ദ ഫിയേഴ്സ് ബാറ്റിൽ, ഭയാനകമായ യുദ്ധത്തിൽ, ദാറ്റ് എൻസ്യൂഡ്, തുടർന്നതായ ആ ഭയാനകമായ യുദ്ധത്തിൽ, സ്നേഹ മാനേജ്ഡ് ടു കിൽ ദ കോബ്ര, സ്നേഹയ്ക്ക് ആ കോബ്രയെ കൊല്ലുവാൻ കഴിഞ്ഞു.
മാനേജ്ഡ് ടു കിൽ, കൊല്ലുവാൻ കഴിഞ്ഞു. മാനേജ്ഡ് എന്ന വാക്കിനർത്ഥം കൈകാര്യം ചെയ്തു. ഇവിടെ സ്നേഹ മാനേജ്ഡ് ടു കിൽ, സ്നേഹയ്ക്ക് കൊല്ലുവാൻ കഴിഞ്ഞു ദ കോബ്ര, ആ മൂർഖൻ പാമ്പിനെ. ബട്ട് പക്ഷേ ഷീ വാസ് കവേർഡ് ഇൻ ഇറ്റ്സ് ബ്ലഡ്, പക്ഷേ അവൾ മൊത്തവും അതിൻ്റെ രക്തത്താൽ പൊതിയപ്പെട്ടിരുന്നു. എന്ന് വെച്ചാൽ പാമ്പിൻ്റെ രക്തത്താൽ പൊതിയപ്പെട്ടിരുന്നു അവളുടെ ശരീരം മുഴുവൻ. When Muthu returned, he saw Sneha covered in blood and assumed the worst. Without a second thought, he struck Sneha with a stick, killing her instantly. However, as Muthu went inside, he found his baby safe and sound and realized what had happened. Regret and sorrow overwhelmed Muthu as he realized his mistake. He had acted in haste without considering the truth. അർത്ഥം നോക്കാം. വെൻ മുത്തു റിട്ടേൺഡ്, മുത്തു തിരിച്ചു വന്നപ്പോൾ, ഹീ സോ, അവൻ കണ്ടു, സ്നേഹ കവേർഡ് ഇൻ ബ്ലഡ്, ആ സ്നേഹ എന്ന കീരി രക്തത്തിൽ പൊതിഞ്ഞിരിക്കുകയാണെങ്കിൽ കുളിച്ചിരിക്കുന്നത്. ആൻഡ് അസ്യൂംഡ്, എന്നിട്ട് അവൻ അനുമാനിച്ചു, ദ വേഴ്സ്റ്റ്, ഏറ്റവും മോശമായ ഒന്നിനെപ്പറ്റി. എന്ന് വെച്ചാൽ ആ കീരി അവൻ്റെ കുഞ്ഞിനെ കൊന്നിരിക്കുമെന്നുള്ള ഏറ്റവും മോശമായ ഒരു അനുമാനത്തിലേക്ക് അവൻ്റെ മനസ്സ് പോയി. വിത്തൗട്ട് എ സെക്കൻഡ് തോട്ട്, ഒരു രണ്ടാം ചിന്തയില്ലാതെ, എന്ന് വെച്ചാൽ രണ്ടാമതൊന്ന് ആലോചിക്കാതെ. വിത്തൗട്ട് എ സെക്കൻഡ് തോട്ട്, തോട്ടെന്ന് വെച്ചാൽ ചിന്ത, രണ്ടാമതൊന്ന് ചിന്തിക്കാതെ. ഹീ സ്ട്രക്ക്, അവൻ അടിച്ചു, സ്നേഹ വിത്ത് എ സ്റ്റിക്ക്, സ്നേഹയെ ഒരു കമ്പ് കൊണ്ട്. കില്ലിങ് ഹെയർ ഇൻസ്റ്റൻ്റ്ലി, ഇൻസ്റ്റൻ്റ്ലി ഉടനെ, കില്ലിങ് ഹെയർ ഇൻസ്റ്റൻ്റ്ലി ഉടനെ അവളെ കൊന്നുകൊണ്ട്. എന്ന് വെച്ചാൽ അവൻ ഉടനെ തന്നെ അവളെ, അതായത് ആ കീരിയെ ഒരു വടി കൊണ്ട് അടിച്ചു കൊന്നു. ഹവവർ, ഏതായാലും, ആസ് മുത്ത് വെൻറ്റ് ഇൻസൈഡ്, മുത്ത് അകത്തോട്ട് പോയപ്പോൾ, ഹീ ഫൗണ്ട് ഹിസ് ബേബി സേഫ് ആൻഡ് സൗണ്ട്, അവൻ അവൻ്റെ കുട്ടിയെ സേഫ്, സുരക്ഷിതനായും, ആൻഡ് സൗണ്ട്, ശബ്ദമുണ്ടാക്കുന്നവനായും കണ്ടു. ആൻഡ്, എന്നിട്ട് റിയലൈസ്ഡ്, യാഥാർത്ഥ്യം മനസ്സിലാക്കി, വാട്ട് ഹാഡ് ഹാപ്പൺഡ്, എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം ആ മുത്തു മനസ്സിലാക്കി. റെഗ്രറ്റ് ആൻഡ് സോറോ, ഖേദവും ദുഃഖവും കാരണം. ഓവർവെംഡ്, അത് രണ്ടും അവനെ ആഴ്ത്തി. ഓവർവെംഡ് മുക്കി അല്ലെങ്കിൽ ആഴ്ത്തി. റെഗ്രറ്റ് ഖേദം, സോറോ ദുഃഖം. റെഗ്രറ്റ് ആൻഡ് സോറോ, ഖേദവും ദുഃഖവും. ഓവർവെംഡ് മുത്തുവിനെ മുക്കിക്കളഞ്ഞു, മാനസികമായി ആഴ്ത്തിക്കളഞ്ഞു. ആസ് ഹി റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക്, അവൻ്റെ തെറ്റ് മനസ്സിലാക്കിയതോടുകൂടി റെഗ്രറ്റും സോറോയും, ഖേദവും ദുഃഖവും അവനെ മാനസികമായി തളർത്തി അല്ലെങ്കിൽ ആഴ്ത്തി അല്ലെങ്കിൽ മുക്കി. ഹി ഹാഡ് ആക്റ്റഡ് ഇൻ ഹേസ്റ്റ്, അവൻ ധൃതിയിലായിരുന്നു പ്രവർത്തിച്ചത്. വിത്തൗട്ട് കൺസിഡറിങ് ദ ട്രൂത്ത്, സത്യം എന്തെന്ന് പരിഗണിക്കാതെ. വിത്തൗട്ട് കൺസിഡറിങ്, പരിഗണിക്കാതെ. ദ ട്രൂത്ത്, സത്യം, സത്യം എന്തെന്ന് പരിഗണിക്കാതെ. ഹി ഹാഡ് ആക്റ്റഡ്, അവൻ പ്രവർത്തിച്ചു പോയി. ഇൻ ഹേസ്റ്റ്, ധൃതിയിൽ. അതുകൊണ്ട് അവന് വല്ലാത്ത ഖേദമുണ്ടായി, അതവനെ മാനസികമായി തളർത്തിയിരിക്കുകയാണ്. He mourned the loss of his loyal friend Sneha, whose actions had been driven by love and loyalty. From that day on, Muthu learned to think before acting, understanding the consequences of his actions. And the village learned the lesson too, that rash actions could lead to irreversible harm. അർത്ഥം നോക്കാം. He mourned the loss of his loyal friend. He mourned, അവൻ വിലപിച്ചു. The loss of his loyal friend, അവൻ്റെ അനുസരണയുള്ള കൂട്ടുകാരിയുടെ നഷ്ടത്തിൽ അവൻ വിലപിച്ചു. ലോയൽ, അനുസരണയുള്ള. ലോസ്, നഷ്ടം. അവൻ്റെ അനുസരണയുള്ള സ്നേഹിതയുടെ നഷ്ടത്തിൽ അവൻ വിലപിച്ചു. ആരാണ് ആ സ്നേഹിത? സ്നേഹ. ഹൂസ് ആക്ഷൻസ് ഹാഡ് ബീൻ ഡ്രിവൻ,
ഹൂസ് ആക്ഷൻസ് ആരുടെ പ്രവൃത്തികളാണോ ഹാഡ് ബീൻ ഡ്രിവൻ നയിച്ചുകൊണ്ടിരിക്കപ്പെട്ടത് ബൈ ലവ് ആൻഡ് ലോയൽറ്റി സ്നേഹവും അനുസരണയും കൊണ്ട് നയിക്കപ്പെട്ടിരുന്നത് ആരുടെ പ്രവൃത്തികളാണോ ആ സ്നേഹിതയുടെ നഷ്ടത്തിൽ അവൻ വിലപിച്ചു. ഫ്രം ദാറ്റ് ഡേ ഓൺ അന്നു മുതൽ മുത്തു ലേൺഡ് മുത്തു പഠിച്ചു ടു തിങ്ക് ബിഫോർ ആക്ടിങ് പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുവാൻ അവൻ പഠിച്ചു. അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസിക്വൻസസ് ഓഫ് ഹിസ് ആക്ഷൻസ് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കിക്കൊണ്ട് ദ കോൺസിക്വൻസസ് ഓഫ് പരിണിത ഫലങ്ങൾ ഓഫ് ഹിസ് ആക്ഷൻസ് അവൻ്റെ പ്രവർത്തികളുടെ പരിണിത ഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുവാൻ അവൻ പഠിച്ചു. ആൻഡ് ദ വില്ലേജ് ലേൺഡ് ഗ്രാമവും പഠിച്ചു ദ ലെസൺ ടു ഗ്രാമവും ആ പാഠം പഠിച്ചു. ദാറ്റ് അതായത് റാഷ് ആക്ഷൻസ് ദ്രുതഗതിയിലുള്ള പ്രവൃത്തികൾ കുഡ് ലീഡ് ടു ഇർറിവേഴ്സിബിൾ ഹാം തിരിച്ചെടുക്കാനാവാത്ത ഹാം ദോഷം തിരിച്ചെടുക്കാനാവാത്ത ദോഷം അല്ലെങ്കിൽ തിരുത്താനാവാത്ത ദോഷത്തിലേക്ക് പെട്ടെന്നുള്ള പ്രവർത്തികൾ നയിക്കുമെന്ന പാഠം ഗ്രാമവാസികളും പഠിച്ചു. നിങ്ങളിപ്പോൾ ഒരു കഥ പൂർണ്ണമായും അർത്ഥസഹിതം കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതേ കഥ ശബ്ദമില്ലാതെ ഇതിന് ശേഷം ഒരു ലേഖനം പോലെ തന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ കഥ വായിച്ച് സ്വയം അർത്ഥം നൽകി പരിശീലിക്കുന്നത് മൂലം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലേഖനങ്ങളും പുസ്തകങ്ങളും വായിച്ച് അവയുടെ ആശയം മനസ്സിലാക്കുവാനുള്ള പ്രാപ്തി നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്.